നമുക്ക് ചക്കക്കുരു കൊണ്ട് അടിപൊളി വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. നമുക്ക് ആദ്യം ചക്കക്കുരു കഴുകി എടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. അത് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് പുളിയെല്ലാം ഇളക്കാനുള്ള പരുവാകും. ഈ പുളിയെല്ലാം ഇളക്കി കഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിട്ട് ചക്കക്കുരു ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം, പൊടിച്ചെടുക്കാം. പിന്നെ പൊളിച്ചത് ഏറ്റവും സമയം എടുക്കും. മിക്സി ജാറിലോട്ടാണ് എടുത്തിടുക. അങ്ങനെ ദാണ്ടതൊന്ന് അടിച്ച് എടുക്കണം. ഓവറായിട്ടിടാൻ പറ്റത്തില്ല കേട്ടോ. ചക്കക്കുരു ആകുമ്പോൾ അരയാൻ താമസമുണ്ട്. നമ്മൾ കുറച്ചിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുക നല്ല പൊടിക്കുക എന്നാണ്. പൊടിച്ചൊരു പാത്രത്തിലോട്ട് മാറ്റിയിടാം. അങ്ങനെ ഇതെല്ലാം ബാക്കിയുള്ള ചക്കക്കുരും പൊടിച്ചെടുക്കാം. ഏകദേശം എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അവസാനത്തെ കടന്നേം കൂടി പൊടിക്കാണ്ട് തീർന്നു, ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതും കൂടി പൊടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കാം. ലോ ഫ്ലെയിമിൽ എണ്ണ ഒഴിച്ച് പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക. പാത്രത്തിൻ്റെ കടി കട്ടി കുറവായതുകൊണ്ടാണ് തീ കയറി പിടിക്കുന്ന നടക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചത്. ഇത്തിരി അടി കട്ടിയുള്ളതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിന് കട്ടിക്കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് ആടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കുറച്ച് മതി, പിങ്ങിന് കൊടുക്കാനല്ലേ. അതുകൊണ്ട് കുറച്ചെടുത്ത് ചക്കക്കുരുവിൻ്റെ അകത്ത് നല്ല രീതിയിൽ എരിവ് പിടിക്കും. ഇത് നമുക്ക് മസാല ചേർത്തും തയ്യാറാക്കാം. അതിൻ്റെ ഒരു വീഡിയോ അടുത്ത് നമുക്ക് ചെയ്താൽ. പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉള്ളി എന്നിവ നല്ല രീതിയിൽ വാട്ടിയെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ അകത്തോട്ട് പൊടിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുന്നുണ്ട്. ഇത് വരണ്ട് വരാൻ താമസം എടുക്കുന്നത്. ഏകദേശം ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്കിനി ചക്കക്കുരു പൊടിച്ചത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം നന്നായിട്ട്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചക്കക്കുരുവിൻ്റെ ഉപ്പ് പിടിക്കുന്ന താമസം എടുക്കുക. അതുകൊണ്ടാണ് ചക്കക്കുരു വേവിക്കാൻ നേരത്ത് നമുക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കാമായിരുന്നു. ചക്കക്കുരു വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ശരിയായിട്ട് വന്നിട്ട് നമുക്ക് തേങ്ങ കുറച്ചിട്ട് 2 പിടി തേങ്ങ ഇട്ട് കൊടുത്താൽ അതിനനുസരിച്ച്. ഒരുപാട് തേങ്ങ ചെറുതായിട്ട് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു വാട്ടം സംഭവിച്ചാൽ മതി. തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് തേങ്ങ ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്ക് ഇത് പാകമാകും. നമുക്കിതിലേക്ക് കുറച്ച് എരിവ് നോക്കിയപ്പോൾ കുറവായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം പാകമായി കേട്ടോ. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം.